നമസ്കാരം. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ്സ്, ഭക്ഷണ സമയത്ത് കഴിക്കാതിരിക്കുക, ഉറക്കക്കുറവ്, കടുത്ത ചൂട് അല്ലെങ്കിൽ തണുപ്പ്, സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, തീവ്ര പ്രകാശം, ഉച്ചത്തിലുള്ള ശബ്ദം, ദേഷ്യം, വിഷമം മുതലായവ, പിന്നെ ചില ഫുഡ് പ്രിസർവേറ്റീവ്സ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, തലവേദനയ്ക്ക് മുമ്പ് ഒരു ഓറ കാണും, അതായത് ഒരു പ്രകാശം, ഒരു മിന്നൽ പോലെ അല്ലെ സ്പോട്ട് പോലെയൊക്കെ പ്രകാശം കാണും. തലയുടെ ഇരുവശങ്ങളുമായി വിങ്ങുന്ന പോലെ വേദന കാണും. ഓക്കാനം, ഛർദി, പ്രകാശം, ശബ്ദം, ഗന്ധം ഒക്കെ ഒരു ബുദ്ധിമുട്ടാകും. ഇതിൻ്റെ ടെസ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? അണുബാധ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ട്യൂമർ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MRI, CT ഒക്കെ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചികിത്സ പ്രധാനമായിട്ടും വരുന്നത് നസ്യം, അഭ്യംഗ സ്വേദനം ഒക്കെയാണ്. എക്സ്റ്റേണൽ തെറാപ്പി, ഇന്റേണലായിട്ട് നല്ല മെഡിസിൻസ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് കഴിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, എക്സസൈസ്, ആരോഗ്യപരമായ ഭക്ഷണം, ശരിയായ ഉറക്കം ഒക്കെ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കുമ്പോൾ മൈഗ്രെയിൻ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നുണ്ട്.